നന്ദിയുടെ ഭാഗമാണ് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും. രഘോ മേ വോ ലഹോ ബാഖി നഹീ ഹൈ, ദിൽ വ അർസു ബാഖി നഹീ ഹൈ, നമാസ് റോസ വ ഖുർബാനി വ ഹജ്ജ് സബ് ബാഖി ഹൈ, തൂ ബാഖി നഹീ ഹൈ. സ്വഹാബാക്കൾക്കോ അല്ലാഹുവിന്റെ ഹബീബിനോ ഉണ്ടായിരുന്ന ആവേശം ഇന്നത്തെ സമൂഹങ്ങൾക്കില്ല. അവരുടെ നരമ്പുകളിലൂടെ ഒഴുകിയിരുന്ന രക്തമല്ല ഇന്നത്തെ മുസ്ലിമിന്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ദീനിയായിട്ടുള്ള ആവേശം ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കില്ല. देखो मैं वो लहो बाकी नहीं है, दिल व आरज़ू बाकी नहीं है. ആ പണ്ടത്തെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതമോ അവരുടെ ആഗ്രഹമോ അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ ദീനിനോടുള്ള താല്പര്യങ്ങളോ ഇന്നത്തെ സമൂഹത്തിനില്ല. നമാസ് റോസ വ ഖുർബാനി വ ഹജ്ജ്, നമ്മുടെ നിസ്കാരങ്ങൾ ബാക്കിയാണ്, നമ്മുടെ നോമ്പുകളും ബാക്കിയാണ്, നമ്മുടെ ഹജ്ജും ബാക്കിയാണ്, സകാത്തും ബാക്കിയാണ്, സ്വതക്കകളും ബാക്കിയാണ്. പക്ഷേ യസബ് ബാഖി ഹൈ, തൂ ബാഖി നഹീ ഹൈ. പൊന്നുമോനെ, എല്ലാം ബാക്കിയാണ്, പക്ഷേ നീ മാത്രം ബാക്കിയല്ല. നീ മരിക്കേണ്ടവനാണ്, നീ ബാക്കിയല്ല. നിന്റെ എത്രയോ നിസ്കാരങ്ങൾ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ നോമ്പുകൾ പെൺകുട്ടികൾ ഖലാ വീട്ടാനുണ്ട്. പടച്ചോനെ, 3 വർഷത്തെ നോമ്പൊക്കെ ഖലാ വീട്ടാനുണ്ട് എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ. പടച്ചോനെ, ഇതൊക്കെ ഖലാ വീട്ടാതെ മരിച്ചു പോയാൽ എന്ത് മറുപടിയാ പടച്ച റബ്ബിനോട് പറയാ? സഹോദരിമാർ, കാര്യം ഗൗരവമാണ്. എത്രയെത്ര നോമ്പുകൾ അല്ലാഹു എക്സ്ക്യൂസ് നൽകി. ആ എക്സ്ക്യൂസ്, ഇളവ് നമ്മൾ ഉപയോഗിച്ച് അടുത്ത റമളാനിന് മുമ്പ് ഒരു 7 നോമ്പ്, 330 ദിവസത്തിൽ ഒരു 7 നോമ്പ് പൊന്നുമോളെ നീ ഒന്ന് നോക്കി തീർക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കാം, പെണ്ണിന് പറ്റുന്നില്ല. എന്നാ പിന്നെ അതേ പെണ്ണ് ഡൈറ്റിങ്ങിലാണ്, അതേ പെണ്ണ് നാസ്ത കഴിക്കാറില്ല, അതേ പെണ്ണ് ഭക്ഷണം കഴിക്കാറില്ല. എന്റെ തടി ഒന്ന് ഫാറ്റി ബോഡി ആകുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് തടിച്ചു കൊഴുത്തു വരുമോ, എന്നെ ആളുകൾ നോക്കില്ലേ, ആളുകൾ എന്നെ ശ്രദ്ധിക്കില്ലേ, എന്റെ സ്ലിം ബ്യൂട്ടി നഷ്ടപ്പെടുമോ എന്നൊക്കെ പെണ്ണ് ബാക്കാണ്. ആ പെണ്ണിനെ ഒരു ചപ്പാത്തി കഴിക്കുന്ന പെണ്ണത് കഴിക്കാതിരുന്ന നോമ്പായില്ലേ? ഒരു ചപ്പാത്തി രാവിലെ, ചിലപ്പോ രാവിലെ കഴിക്കില്ല, ഉച്ചയ്ക്കും കഴിക്കില്ല, രാത്രി കഴിക്കില്ല, ഒരു വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷേ നോമ്പ് ബാക്കിയാ. നമാസ് റോസ വ ഖുർബാനി വ ഹജ്ജ്, എത്രയെത്ര നിസ്കാരങ്ങൾ ബാക്കിയുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ളുഹ്ർ നിസ്കാരം നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. നിന്റെ നിസ്കാരങ്ങൾ നിന്റെ പ്രായപൂർത്തിയെത്തിയത് മുതൽ അല്ലാഹു കണക്കാക്കാൻ തുടങ്ങി. അന്നു മുതലൊക്കെ കണക്കാക്കാൻ. ഒന്ന് നഷ്ടപ്പെട്ടപ്പോ അതൊക്കെ ബാക്കിയാണ് അവിടെ. ഇതൊക്കെ നഷ്ടപ്പെട്ട് ഖലാ വീട്ടാതെ പൊന്നുമോനെ മരിച്ചു പോവല്ല. അപ്പൊ എന്താണ് ഇതിന് വഴി? എന്താ? എല്ലാ നിസ്കാരത്തിന്റെ കൂടെ, സുബഹി നിസ്കാരത്തിന്റെ കൂടെ ഒരു സുബഹി നിസ്കാരം നീ ഖലാ വീട്ടണം. ളുഹറിന്റെ കൂടെ മറ്റൊരു ളുഹർ ഖലാ വീട്ടുക, അസ്റിന്റെ കൂടെ മറ്റൊരു അസ്ർ ഖലാ വീട്ടണം. എത്ര നിസ്കാരമാണ് നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് തീരുന്നത് വരെ ഒരു പക്ഷേ വർഷങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, അല്ലാഹുവിന്റെ മഹ്ശറയിലുള്ള ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇതല്ലാതെ വേറെ എന്താണ് വഴിയുള്ളത്? അല്ലാഹുവിനോട് ദുആ ചെയ്തേക്ക്. അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളും നഷ്ടപ്പെട്ടു പോയ ബാധ്യതകളും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ യസബ് ബാഖി ഹൈ, തൂ ബാഖി നഹീ, നിന്റെ എല്ലാം ബാക്കിയാണ്. പൊന്നുമോനെ, പൊന്നുമോളെ, നീ ബാക്കിയല്ല, നീ മരിച്ചു പോകേണ്ടവളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് 3 കാര്യം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. നിങ്ങൾ അത്ഭുതപ്പെടും, പഠിച്ചോനെ ഇതൊക്കെയാണ് നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഒന്ന് അത്വീബ്, നബി തങ്ങൾക്ക് പെർഫ്യൂം, സുഗന്ധം ഹബീബിന് ഇഷ്ടമാണ്. സുഗന്ധം, നല്ല പെർഫ്യൂം അടിക്കുക, നല്ല സെന്റ് തേക്കുക, മനോഹരമായിട്ടുള്ള ഊദുകള്,
നല്ല സ്മെല്ല് നിലനിൽക്കുന്ന സുഗന്ധം പൈസ കൊടുത്ത് വാങ്ങി അതടിക്കുന്നത് വലിയൊരു കാര്യമാണ്. കുടുംബ ബന്ധത്തിൽ ബറക്കത്തുണ്ടാകാനും സ്നേഹബന്ധം ഊഷ്മളമാകാനൊക്കെ പെർഫ്യൂം നല്ലതാണ്. പക്ഷെ പെണ്ണിനത് പറ്റുമോ? പെണ്ണിന് പറ്റും ഭർത്താവിന്റെ മുമ്പിൽ നാട്ടുകാരെ കാണിക്കാനോ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ച് പോവാണ്, പൊന്നു മോളെ പച്ച ഹറാമാണത്, തമാശയല്ല, സഹിഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി ആളുകൾക്കിടയിൽ ഇറങ്ങിയാൽ അവൾ വ്യഭിചാരി പെണ്ണാണ്. വ്യഭിചാരി പെണ്ണാണ്. നീ സുഗന്ധം പെർഫ്യൂം അടിച്ച് നീ സ്കൂളിൽ പോവുക, നിന്റെ സ്മെല്ലും നിന്റെ സുഗന്ധവും ആളുകളുടെ ആസ്വാദ്വാരത്തിലേക്ക് മൂക്കിലേക്ക് കയറുമ്പോ അയാൾക്ക് തോന്നി ഈ പെണ്ണിന്റെ സ്മെല്ല് ഇത്ര ഉണ്ടെങ്കിൽ ആ പെണ്ണിനൊന്ന് തൊട്ടു നോക്കണല്ലോ. എങ്ങനെയാ തോന്നുന്നത്? പെണ്ണിന്റെ സുഗന്ധം കയറുമ്പോ പെണ്ണിനൊന്ന് തൊട്ടു നോക്കാൻ തോന്നുകയാണ്. അതുകൊണ്ട് പൊന്നുമോളെ, നീ എന്ത് ചെയ്യണ്ട, നാട്ടുകാരെ തൊട്ടയിക്കാൻ വേണ്ടിയിട്ടോ നാട്ടുകാരുടെ അട്രാക്ഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിക്കാനോ നീ എന്ത് ചെയ്യണ്ട, സുഗന്ധം ഉപയോഗിക്കണ്ട. അവൾ വ്യഭിചാരിയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പക്ഷേ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ മനോഹരമായ സുഗന്ധം ഉപയോഗിക്കാൻ, നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞ നെറ്റിയും വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വസ്ത്രം ധരിച്ചൊന്ന് പെർഫ്യൂം ഒക്കെ തേച്ച് മനോഹരമായി വീട്ടിൽ നിൽക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഭയങ്കര ഗൗരവത്തിലാണല്ലോ, ചിരിക്കുന്നൊന്നുമില്ല ആരും. പഠിച്ചോൻ എന്തായി, എന്തെങ്കിലും ദേഷ്യം ചോട്ടിയൊന്നുമില്ല എല്ലാവരും. അങ്ങനെ ഗൗരവത്തിൽ മസിൽ പിടിച്ച് നോക്കുന്നുണ്ടല്ല, നിർത്തണം വേണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള 3 കാര്യം, ഒന്ന് അത്വീബ്, സുഗന്ധമാണ്, പെർഫ്യൂം. 2 അറബികളൊക്കെ കാണുന്ന ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഉഴുതൊക്കെ വാങ്ങുക, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. 2ാമത്തെ കാര്യം അന്നിസാ, എന്റെ ഭാര്യമാർ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് തോന്നുന്നല്ലേ ഭാര്യമാര്, അല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത നിബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യം, ഒന്ന് സുഗന്ധം, 2 നിബിത്തങ്ങളുടെ ഭാര്യമാർ. നിബിത്തങ്ങളുടെ ഭാര്യമാർ നിബിത്തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതേപോലെ നമ്മൾ അങ്ങനെ ആവുക, നമ്മുടെ സുഗന്ധം ഇഷ്ടപ്പെടുക, നമ്മുടെ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടുക. നമ്മൾ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടൂല, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടും, അല്ലേ? അല്ലാഹു നമ്മുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ഭംഗിയായി മരണം വരെ നിലനിർത്തി തരട്ടെ. 3ാമത്തേത് എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത്, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ്. എനിക്ക് പെണ്ണിന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്, എനിക്ക് സുഗന്ധവും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ബാങ്ക് വിളിച്ചാൽ ഇഖാമത്ത് കൊടുക്കാൻ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ബിലാൽ ഹും യാ ബിലാൽ, ബിലാലെ എണീറ്റ് നിൽക്കണം. ഫഅരിഹനാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് എനിക്കൊന്ന് റാഹത്താക്കി തരണം. എനിക്ക് റാഹത്ത് ലഭിക്കുന്നത് എവിടെ? നിസ്കരിക്കുമ്പോഴാ, സീസർ വലിക്കുമ്പോഴല്ല, അല്ലെ? ഒരു കിക്ക് കിട്ടാൻ വേണ്ടിട്ടൊക്കെ സീസർ വലിക്കുക. കഞ്ചാവും ഹുക്കയൊക്കെ അടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മൂടൗട്ടാണ്. അറബികളൊക്കെ കാണാം ഇങ്ങനെ വലിച്ചൂതിയിരിക്കുന്ന രംഗങ്ങൾ. അപ്പോ റാഹത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സീസർ വലിക്കലല്ല, കള്ളു കുടിക്കലല്ല, സിനിമ കാണലല്ല, കഞ്ചാവടിക്കലല്ല. പിന്നെന്താണ്? നിന്റെ റാഹത്ത് നിന്റെ നിസ്കാരമാണ്. നിസ്കാരം കൊണ്ട് എന്നെ ഒന്ന് റാഹത്താക്കണം ബിലാലെ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ് അവർക്ക് റാഹത്ത് ലഭിച്ചിരുന്നത്. ആ ഒരു റാഹത്ത് നമ്മൾക്കും ലഭിക്കും എപ്പോ? ഇദാ അറഫ റബ്ബ, അല്ലാഹുവിനെ തിരിച്ചറിയണം, അല്ലാഹുവിനെ തിരിച്ചറിയണം. അൽ മുഅ്മിനു ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആരാണ് റബ്ബ് എന്ന് ഇന്ന് വരെ നമ്മൾ പഠിച്ചിട്ടില്ല. എന്റെ റബ്ബാരാ? എന്റെ റബ്ബ് അല്ലാഹുവാണ്. പക്ഷെ റബ്ബ് ആരാണ്, എന്താണ് പടച്ചോൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കാത്തത്. ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. വഇദാ അഹബ്ബഹു വഖബല അലൈഹി, അല്ലാഹുവിനെ സ്നേഹിച്ചാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് വേണ്ടിയായിരിക്കും.
അങ്ങനെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അങ്ങനെ മടങ്ങിയാൽ അതിന്റെ മാധുര്യം നമ്മൾക്ക് ലഭിക്കാൻ തുടങ്ങും. അതിന്റെ മാധുര്യം ലഭിച്ചാൽ പിന്നെ ദുന്യവിയായ ഭൗതിക സുഖങ്ങളോട് നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോ നിസ്കാരത്തിന് മാധുര്യം ഉണ്ടാകും, നോമ്പിന് മാധുര്യം ഉണ്ടാകും, ഒക്കെ നല്ല ടേസ്റ്റ്ഫുൾ ആയി നമ്മൾക്ക് മാറും. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരത്തിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാധുര്യം ഉണ്ടാവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നേരെ ചെന്നിരുന്നത് നിസ്കാരത്തിലേക്കാണ്. വലിയൊരു കൊടുങ്കാറ്റ് വന്നു, എന്നാ പിന്നെ മുടിപ്പുതച്ചുറങ്ങലല്ല, വേഗം ഇഖാമത്ത് കൊടുക്കും, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടും. വലിയൊരു പിന്നെ ഇടിയുടെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിച്ചു, ഉടനെ ഹബീബ് അഭയം തേടുന്നത് നിസ്കാരത്തിലേക്കാണ്. ഏതുവരെ ആ ഒരു പ്രശ്നം തീരുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ബദ്ർ യുദ്ധം അല്ലാഹു നമ്മൾക്ക് അനുകൂലമാക്കി തന്നത്? 313 സ്വഹാബാക്കളുടെ മനക്കരുത്താണെന്ന് കരുതുന്നുണ്ടോ? അല്ല. വാളില്ലാതെ ഭക്ഷണമില്ലാതെ 313 സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാനിന്റെ പട്ടാപകലിൽ യുദ്ധം ചെയ്ത് വാശിയോടെ യുദ്ധം ചെയ്ത് നേടിയതാണ്. പക്ഷേ അവരുടെ ആയുധ പാഠമോ അവരുടെ അംഗബലമോ അല്ല ഇസ്ലാമിന് വിജയം നൽകിയത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ് വിജയം നൽകിയത്. ആലോചിക്കണം. എല്ലാവരും ബദറിന്റെ രണാങ്കണത്തിലിറങ്ങി യുദ്ധത്തിൽ മുഴുകിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തന്റെ ടെന്റിൽ ഇരുന്നു കൊണ്ട് സുജൂദിൽ കിടന്നു. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തു. ഓ ജീവിപ്പിക്കുന്നവനെ, ഞങ്ങളെ ജീവിപ്പിക്കണേ. യാ ഖയ്യൂം, ഓ നിലനിർത്തുന്നവനെ, നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ് എന്നർത്ഥമുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നിട്ട് ചൊല്ലാൻ തുടങ്ങിയത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ടെന്റിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കടന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. അല്പനേരം അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നു. വീണ്ടും രണാങ്കണത്തിലേക്ക് കടന്നു ചൊല്ലുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നു. ഹബീബ് സുജൂദിലാണ്. സുജൂദിൽ കടന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് വീണ്ടും രണാങ്കണത്തിലേക്ക് പോകുന്നു. രണാങ്കണത്തിൽ നിന്ന് ഒരുപാട് സമയശേഷം വീണ്ടും മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. ഫവജുഹു യതഹല്ലലു. 14-ാം രാവിന്റെ പൗർണമി പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ട്. ബദ്ർ യുദ്ധം അതാ അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തു. എന്താ വിജയിപ്പിച്ചത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ആർജവമോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മസിൽ പോറൊന്നുമില്ല. അതൊക്കെ സൈഡാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ്. ഹബീബിന്റെ നിസ്കാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാരായ ശത്രുക്കൾ ക്രൂരമായി വേദനിപ്പിച്ചപ്പോ, ക്രൂരമായി പ്രയാസങ്ങൾ നൽകിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താ? ശത്രുക്കളെ ക്രൂരമായി പീഡിപ്പിക്കുക. അപ്പൊ എന്താ പരിഹാരം കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ മൂടി പുതച്ചുറങ്ങുന്ന നബിയേ,
ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ കിടന്നുറങ്ങാതെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണേ, തഹജ്ജുദ് നിസ്കരിക്കണേ അല്ലാഹുവിന് വേണ്ടി. നിസ്ഫഹു അവ യഖ്സ് മിൻഹു ഖലീല, രാത്രിയുടെ നേർ പകുതി അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കുറവ് അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല, നിങ്ങൾ മനോഹരമായി ഖുർആൻ ഓതണേ. പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം അധികരിപ്പിക്കുകയും അതേപോലെ ഖുർആൻ ഓതുകയും ചെയ്താൽ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനം നൽകുകയും 18 മാസക്കാലം നിർബന്ധ ബാധ്യതയായി അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമുൽ ലൈലും തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട്. 18 വർഷക്കാലം.